ഓ സ്കോറൊക്കെ അല്ലേ മാസായിക്കളഞ്ഞല്ലോ അവിടെ. വെൽക്കം ബാക്ക് ടു എൻജോയ്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ആട് 3 മൂവി നാളെ റിലീസാണ്. അപ്പൊ ആ മൂവിയിൽ ഒരു സീൻ വേണം പറഞ്ഞൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്, ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ പാട്ടും റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നാളെ ദുരന്തന്റെ കൂടെയാണ് പടം ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ സീൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത് അല്ലെ, ഒരു ഡിഫറെന്റ് ആയിട്ട്. തമ്മിലില്ലാത്ത അറക്കലബോണുള്ളത് അതിൻ്റെ അകത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സാധനമാണ് തമ്മിലുള്ളത്. അപ്പൊ എന്തായാലും ഇത് അറക്കലബുവിന്റെ സംഭവമാണോ അല്ലെങ്കിൽ എന്താണ് സിനിമയുടെ സീൻ 1 ഇനി സിനിമയുടെ സീനാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ ഒന്നും അറിയില്ല. പക്ഷെ ഏകദേശം അവര് പെട്ടെന്ന് ഒരു സീൻ ചെറുതായിട്ട് നമ്മളെ കാണിക്കുന്നത്. പിന്നെ എടുത്തു പറയണത് വെച്ചാൽ ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് സായല്ലോ, അപ്പോൾ പടം ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് ഹൈപ്പ് കയറ്റി കൊടുക്കാന്ന് വിചാരിച്ച് എന്തെങ്കിലും ഇറക്കിയതാണോ എന്നുള്ളതും അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും കാണാം, നേരെ കാണാം. റെഡി? അറക്കലബുന്ന് വായിലിരുന്നത് സൈജു കുറിപ്പൊന്നും പറയുന്നില്ല. തൊപ്പി കൂടി ഇട്ടൊരു ഇന്നലെ സംഭവിച്ചത് തള്ളിക്കൊണ്ടിരിക്കാൻ കുഞ്ഞപ്പനാശാൻ കാര്യം പറ. എന്നാ കാര്യം കേട്ടോ. നിന്റെ അസംബ്ലി ശരിയാവത്തുണ്ടാവില്ല, നിന്റെ ഒന്നും ഡിസ്മാൻഡ്ലിംഗ് ശരിയല്ല. ആദ്യം ഡിസ്മാൻഡ്ലിംഗ് സ്പീഡാക്കാൻ പഠിക്കണം, എന്നാലേ അസംബ്ലി ശരിയാവുള്ളൂ. മനസ്സിലായോ? ഞങ്ങളുടെ ഡിസ്മാൻഡ്ലിംഗും അസംബ്ലിംഗും ഒക്കെ ശരിയാണ്, ഇതൊന്നുമല്ല. ആശാന്റെ വർക്ക് ബാഡാണ്. ഇതെന്താ കൈപ്പുഴ കുഞ്ഞപ്പൻ മറ്റേ ഓർമ്മയില്ല, മറ്റേ കഴിഞ്ഞ 2 വന്ന് ഞാനാ ഷാജി പാപ്പൻ. കൈപ്പഴ കുഞ്ഞപ്പൻ. ഓ ശരിക്കും അങ്ങനെ പറയുന്നില്ലേ കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈ അറുത്തപ്പോഴെന്ന്? ഓ സ്കോറൊക്കെ അല്ലേ മാസായിക്കളഞ്ഞല്ലോ അവിടെ. ടൂല് വന്ന് ചോദിക്കുന്നില്ല എപ്പോഴാണ് നീ കുഞ്ഞപ്പന്റെ കയ്യർത്ഥം? ശ്രീകാന്ത് കുഞ്ഞപ്പനായാലും പക്ഷെ മുകളിലോട്ട് പോയത് മഹത് വ്യക്തിത്വം. ഇനിയിപ്പം 1 ലിറ്റർ നിർത്തണ്ട, ഒരു 10 ലിറ്റർ എടുത്തേ. എന്നാലും ആരായി കുഞ്ഞപ്പൻ? കുഞ്ഞമ്മടെ കെട്ടുവാൻ ഏറ്റവും സ്പീഡിൽ ഡിസ്മാൻഡ്ലിംഗ് അസംബ്ലി ചെയ്യുന്നവരെ നോക്കാം. ഓക്കെ സർ. ഓ പഠിക്കാനും ഡിസ്മാൻഡ് അസംബ്ലിംഗ് അസംബ്ലി പൊട്ടിക്കാൻ ആളുകളാ നീ എന്താ എത്തിയത്? അതിന് പെണ്ണി കാര്യം തറച്ചു വിട്ടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് നോക്കും കുഞ്ഞപ്പം അവനെ ക്ഷണിച്ചിട്ട് തോന്നുന്നു. കുഞ്ഞപ്പാവ വന്ന് ഞങ്ങളെ വാപ്പയുടെ സ്ഥാനത്ത് നിന്നത് ഒന്ന് നമുക്ക് തരണം. അപ്പൊ തന്നെ വാപ്പയുടെ അത് ഞാൻ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞു മനസ്സിലായി. മൂപ്പർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ കുഞ്ഞപ്പം അവൻ വരില്ലേ? അപ്പോ ഇവന്റെ പോയി അടിച്ചിട്ടാ സുഖാണ് കുഞ്ഞപ്പൻ പറഞ്ഞ ഉണ്ടല്ലേ ഇപ്രാവശ്യം? ആണോ? ആരാ മാറിയത്? ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കൊരു മുട്ടമ്പാടി വരുന്നുണ്ട്. ശേഷം മറ്റന്നാൾ അങ്ങനെ ഇന്നലെ ഏകദേശം എനിക്ക് തോന്നിയ എന്താ അറിയോ, ഇത് ഇനി ഫസ്റ്റ് സീൻ തന്നെയാണോ സിനിമയിലുള്ളത്?
എന്താ പറയാ ഏകദേശം, കാരണം വെച്ചാല് സീൻ വണ്ണെന്നല്ലേ പറഞ്ഞത്. പിന്നെ അത് മാത്രല്ല മറ്റേതും, അതായത് ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഇനി മറ്റന്നാൾ സംഭവിക്കുന്നത് സ്ക്രീനിൽ കാണാന്നുള്ളത് ഏകദേശം തിയേറ്ററിൽ മുട്ടൻ പണി വരുന്നുണ്ട്. ആളുകൾ മാറിയിട്ടുണ്ടോ? ഒരാള് മാത്രം, ഒറ്റയാള്. നമ്മളെ ആരാന്നറിയോ, മറ്റേലേക്ക് അഭിനയിച്ചില്ലേ, കപ്പ്യാരെ കൂട്ടമണിയിലേക്ക് അഭിനയിച്ച ആളില്ലേ, ഇതിന്റെ അകത്ത് തന്നെയുള്ള ഒരാളില്ലേ താടിയൊക്കെ വെച്ചിട്ടുള്ള കൂട്ടത്തിലെ, മനസ്സിലായ പേര് എനിക്ക് കിട്ടുന്നില്ല ഇതിനകത്ത്, ക്യാരക്ടർ നെയിം. ആളത്ര മറ്റേ എല്ലാം പക്ഷേ ഗ്യാങ്ങിലുള്ള തന്നെ ആൾക്ക് പകരമാണ് ഫുക്രു വന്നേക്കണം. ബാക്കിയെല്ലാം സെയിം, മാറ്റൊന്നുമില്ല. പിന്നെ ഒരു ലേഡി ക്യാരക്ടർ എന്തോ പുതിയത് വരുന്നുണ്ട്, നീ ട്രെയിലർ കാണാത്തോണ്ടാണ്. കാണിക്കാണെങ്കിൽ ഞാൻ കാണാം കാരണം ഞാൻ അതുകൊണ്ടാണ്, കാരണം ട്രെയിലർ കാണാത്തത് കൊണ്ടിട്ട്, ഞാൻ ട്രെയിലർ കാണാണ്ടത് ഡയറക്റ്റ് കണ്ടത് കൊണ്ടിട്ട് ഡൗട്ട്. അതുകൊണ്ടാണ് സംഭവം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അതായത് ആട് 1, 2 മൂവിനേക്കാളും എന്തൊക്കെയോ ഭയങ്കര വ്യത്യാസം തോന്നുന്നുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഭയങ്കര ഒരു വ്യത്യാസം ഫീൽ ഉണ്ട്. അതായത് ഭയങ്കര ഒരു എൻഗേജിങ് ആക്കാനായിട്ട് നോക്കുന്നത്. അതായത് ആട് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. സെക്കൻഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അവര് ടൈറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് മറ്റേ വില്ലനെ കൊണ്ടുവന്ന സമയത്ത്. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ്, ഇതിനകത്ത് എന്തൊക്കെയോ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ട് ഫസ്റ്റ് മുതലേ. എന്തൊക്കെയോ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഇവർ വരുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു വൻ പ്രതീക്ഷ തന്നെ തന്നുകൊണ്ടാണ് ശരിക്കും ആട് 3 നാളെ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കണത്. അതാണ് സംഭവം. അതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു അതന്നെ ആ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് സാധനം. ഇപ്പൊ കാരണം എന്താ പറയുക, ഇതിപ്പോ ഇറക്കി ചെറിയ സമയം കണ്ടിട്ട് 1 മില്യൺ അടിക്കും ചെയ്ത സാധനം അല്ലേ വീഡിയോ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, അതും അറക്കൽ അബുവിനെ കൊണ്ടുവന്നിട്ട് പോലും ആ സിനിമക്ക് അത്രയും ഹൈപ്പ് ഉണ്ടെങ്കിൽ ആ അബുവിന്റെ ക്യാരക്ടറിനുള്ള ഫാൻ ബേസ് നമുക്ക്. പക്ഷേ ഇപ്പോ അറക്കൽ അബുവിന്റെ ക്യാരക്ടർ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ക്യാരക്ടർ അതൊന്നും ചെയ്യില്ല. പക്ഷെ എന്നാലും ആളെ ഒരുങ്ങിക്കെട്ടി വരുമ്പോ നമുക്ക് തോന്നിപ്പോവും ചെയ്യോ ഇല്ലേ. അല്ല മറ്റേത് കാണിക്കുമ്പോഴേ, അതായത് ആളെ എത്ര വട്ടം നമ്മൾ ആക്ച്വലി 2 മൂവിയിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നമുക്കറിയാം ആളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. പക്ഷെ അഗെയിൻ ഇതിനകത്ത് ഫസ്റ്റ് ആ ഒരു സീൻ വെട്ടുകത്തിയായിട്ട് വരുന്ന കാണിച്ചപ്പോ ചെറുതായിട്ടൊന്നും തോന്നിപ്പോയി ഇനി എങ്ങാനും ചെയ്ത് കളയുമോ. പ്രത്യേകിച്ച് ഒരു കളിയാക്കലും കൂടെ അല്ലേ കഴിഞ്ഞ ദിവസം കിട്ടിയത്. അപ്പൊ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ തോക്ക് കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും പോയി. അപ്പൊ അവിടെ തന്നെ ഏകദേശം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിന് മുന്നത്തെ വട്ടത്തെയും ആ ഒരു ആടിലെ ക്യാരക്ടറായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയോ സജിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനാണ്. പ്രത്യേകിച്ച് ഈ കണ്ണിന്റെ ഏരിയ ഇവിടുന്ന് ഒരു ഭയങ്കരമായിട്ട് ഒരു കോമിക്കൽ വേർഷൻ ഭയങ്കരമായിട്ട് വരും അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ ഇവൻ പ്രത്യേകിച്ച് ഈ പേടി വരുമ്പോഴുള്ള ഫേസ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട്. കണ്ണിങ്ങനെ വിളിച്ചിട്ട് അത് ഭയങ്കര രസമാണ് ശരിക്കും. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ആ ഒരു സീൻ പണി. ചിലപ്പോ ഇതിൽ നിന്ന് തന്നെയാണോ തുടങ്ങാൻ പോണെന്നും പറയാൻ പറ്റില്ല, അതിനും സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, അടുത്ത വീഡിയോയിൽ കാണാം.